നോങ്ങോട്ട് വരട്ടെ. ഓന്റെ മുട്ടുംകാലി ഞാൻ തല്ലി ഞാൻ ഓടിച്ചു. ഒക്കെ അന്ന പറഞ്ഞാ മതി സൂറ കേട്ടോ. ഓനൊന്ന് തല്ലാൻ നോക്കുമ്പോ ഒന്ന് ചീത്ത അറിയാൻ നോക്കുമ്പോ ഇജ്ജ് സമ്മതിക്കൂല. എന്റെ ബാപ്പനോട് പറഞ്ഞത് കുട്ടികൾ ഒന്നാണെങ്കിലും ഓലക്കൊണ്ട് തല്ലി പഠിപ്പിക്കണതാ. നിങ്ങൾ ഓലക്കൊണ്ട് ഓൻ എങ്ങനെ തല്ലിക്കൊണ്ടിരിക്കും. ഇപ്പൊ സ്കൂളിൽ വിട്ടിട്ട് 1 മണിക്കൂറായി. ഓൻ കൂടെ എത്തിയില്ലല്ലോ. ഓനെടെ പോണേ? ഓനെടെ പോണേന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ അങ്ങടെ കൂടെ ഇവിടെ ഇരിക്കല്ലേ. അപ്പൊ ഈ അന്വേഷിക്കണത് സ്കൂൾ വിട്ടാ പെട്ടെന്ന് ഇവിടെ എത്തണമെന്ന് പറയേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതാണ് നിങ്ങളോട് ഞാൻ എന്റെ സൂറ ഓന്റെ കൂട്ടുകെട്ട മോശമാവുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഓന്റെ സ്കൂളിലെ പല കുട്ടികളും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെടുന്നുണ്ട്. ഇപ്പൊ എനിക്ക് വിവരം കിട്ടിയിരിക്കണ്. അളിയാ ആ മൊയ്തളിയാ ആ ഇതെന്താണ് അവിടെ? ആ ഇവിടെ അയാള് വീട്ടുകാരെയും പറഞ്ഞ. വീട്ടുകാരും പറ, നാട്ടുകാർ മുഴുവൻ കേട്ടിട്ട് അങ്ങടെ വീട്ടുകാരും പറയല്. നിങ്ങളെ പെങ്ങളോട് വന്ന് പറയും വന്നിട്ട്. ആ വന്ന ഞാൻ അങ്ങോട്ട് വരണ്ട്. ഏത് നേരം ചെത്തല കിളീന്റെ അപ്പുറത്ത് അന്റെ ഒച്ച. ആ വരുന്നുണ്ട് ഇനി ഇങ്ങോട്ട്. ഏയ് നാട്ടുകാർക്ക് കിടന്ന് ഉറക്കട്ടെ. ഇവിടെ നിങ്ങൾ രണ്ടാൾ ഇവിടെ താമസിച്ചിട്ട് എട്ടിച്ചു കൊടുക്കുകയും ചെയ്ത് കാലാക്ക്. എന്തപ്പത് എപ്പോഴും ബഹളം തന്നെയാണല്ലോ. ആ ചെക്കന്റെ കാര്യം പറഞ്ഞിട്ടാണ് അളിയ. സുഹൈബിന്റെ എന്താ സുബൈബിന് 1 മണിക്കൂറായി. ഓൻ ഇതുവരെ ഇവിടെ എത്തിയില്ല. ഓൻ എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചാ അവളടുത്ത്. എന്നോട് തന്നെ ചോദിക്കണേ. മൂപ്പര് കയ്യിലൊന്നും ഒരു ഉത്തരവാദിത്തമില്ല. ഇന്ന് കേക്ക് ഞാൻ രാവിലെ ഇന്നിപ്പോ ഒരു ദിവസം എനിക്ക് പണിയിലാണ് ഞാൻ ഇവിടെ കുത്തിരുന്നത്. അല്ലാത്ത ദിവസമൊക്കെ ഞാൻ പണിക്ക് പോണല്ലേ. ഇവിടെ നോക്കേണ്ടത് കാര്യങ്ങള്. സ്കൂളിട്ട് വന്നില്ലെങ്കിൽ ഓനൊന്ന് വിളിച്ചു. മൊബൈലിൽ ഞാൻ വിളിച്ച് ഓൺ എടുക്കണേ. ഫോൺ എടുക്കണില്ലേ അവൻ? അതെ അളിയാ, ഇപ്പൊ അളിയന്റെ കുട്ടി ഉണ്ടല്ലോ, അത് സത്യത്തിൽ അളിയന്റെ കുട്ടിയല്ല. എന്റെ പെങ്ങളെ സംശയിക്കണം നിങ്ങള്. ഒരു കാര്യം പറയുമ്പോ അതിന്റെ അന്തസത്ത മനസ്സിലാക്കിട്ട് വർത്താനം. എന്താ നിങ്ങൾ പറയണേ? ഇപ്പൊ നമ്മുടെ കുട്ടികളുണ്ടല്ലോ, അത് നമ്മുടെ കുട്ടികള് മാത്രല്ല, അവര് ഈ സമൂഹത്തിന്റെ ഭാഗം കൂടിയാണ്. ശരി. ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം ഉണ്ട്. വ്യത്യസ്ത വ്യക്തിത്വങ്ങളുള്ള ആളുകളാണ് ഒരു വീടിന്റെ ഉള്ളിൽ കയറി താമസിക്കണേ. അളിയാ ഞാൻ ചോദിക്കട്ടെ, ഓന്റെ ബാപ്പയല്ല ഞാൻ. 17 വയസ്സുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഓൻ കേക്കണ്ടേ? നമ്മള് അങ്ങോട്ട് മാതാപിതാക്കളെ വെച്ചിട്ട് പിന്നെ നമ്മള് പറഞ്ഞോടത്ത് നിക്കണം അല്ലതെന്ന് പറഞ്ഞാൽ ആ ഒരു ധാരണകൾ ആദ്യം മാറ്റണം. അതൊക്കെ നമുക്ക് അതിനുള്ള ഒരു ബുദ്ധിയും ബോധമൊക്കെ നമുക്ക് ഉണ്ടാവണേ. അനക്കിപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്താ അത്ര ബോധം വന്നത്? ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഇവിടെ ഈ ഐസുവിന്റെ മറ്റേ ഇത് ചമ്മന്തി ഉണ്ടാക്കണതും പിന്നെ നാത്തൂന്റെ പോര് പറയണതായിട്ടുള്ള പരിപാടിയൊന്നല്ല ഞാൻ ഇതില് കാണല്. ഇതിവിടെ മോട്ടിവേഷൻ നടത്തണ കുറെ ആൾക്കാരുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ അഡ്വക്കേറ്റ് സത്യശീലൻ എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട്. ആളുടെ ഓരോ അഭിപ്രായങ്ങൾ ഈ ഫേസ്ബുക്കിൽ വരും. വായിച്ചിട്ടുണ്ടോ? ഈ വായിച്ചിട്ടുണ്ടോ? ഓള് വായിക്കല്ലോ. ഓള് റീൽസ് മാത്രമേ. റീൽസ് പറഞ്ഞ ഏത് ജാതി? ആ ജാതിയൊക്കെ അങ്ങനെ അവരുടെ അടുക്കളയില ഞങ്ങൾ ചക്ക മുറിച്ച് മറ്റോടത്ത് മുളഞ്ഞു തേച്ച് എന്നൊക്കെ പറഞ്ഞ അല്ല കണ്ടേ. അല്ല ഇയാള് കുട്ടികളെ കുറിച്ച് പറയണ്ടോന്ന് എന്തൊക്കെ കാര്യങ്ങൾ. ഇതപ്പൊ ഞാൻ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വിഷയല്ലേ, ഇപ്പൊ പറഞ്ഞ വിഷയം ഞാൻ ഇപ്പൊ വായിച്ചിട്ടേ. അത് ഞാൻ പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇതൊക്കെ ഇവിടെ പറയാൻ കാരണം. അത് കാണിച്ചറിയാം. അരുത് മാതാപിതാക്കളെ അരുത് എന്നാണ് തുടക്കം. എന്താ കാര്യം? എന്താ മൂപ്പര് കുറെ ആള് കേട്ടാളി. ഇന്നും പല വീടുകളിൽ വൈകി വന്നതിന്റെ പേരിൽ വഴക്ക് കേൾക്കേണ്ടി വരുന്നവരാണ് ഭൂരിഭാഗം വരുന്ന തലമുറയിലെ കുട്ടികൾ. അവരെ ശകാരിക്കാനും അവരുടെ അവകാശത്തിന്മേൽ കടിഞ്ഞാലിടാനും നിങ്ങൾ മാതാപിതാക്കൾക്ക് ആരാണ് അധികാരം തന്നത്? സമയത്തിന്റെ പേരിൽ ഇന്നും കുട്ടികളെ വഴക്കു പറയുന്നവർ ചിന്തിക്കേണ്ട ഒന്നുണ്ട്. സമയത്തിനും അതീതമാണ് ഈ പ്രപഞ്ചം. അവരെ പറക്കാൻ അനുവദിക്കുക. അവർ പറക്കട്ടെ, പറന്നുയരട്ടെ. അതെ 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 അതെ. ഓ കഴിഞ്ഞ പോസ്റ്റ് ഏകദേശം ഒരു 300 ഷെയർ ഒക്കെ പോയിട്ടുണ്ട്. ആയിക്കോട്ടെ. ഓ താങ്ക് യു. ആയിക്കോട്ടെ. ശരി. വിളിക്കാം. വേണ്ട സാറേ ഒരു കാര്യം, സത്യശീലൻ സാറല്ലേ? അതെ.
ഞാൻ സാറിന്റെ ഒരു ഫാനാണ്. ആ. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ കാണാറുണ്ട്, ഓ. കുറിപ്പുകളൊക്കെ വായിക്കാറുണ്ട്. ഞാൻ സാറിന്റെ എന്ത് കണ്ടാലും അപ്പൊ ലൈക്ക് ചെയ്തിട്ടേ പിന്നെ വായിക്കുള്ളൂ. അതിന്റെ ഒരു ക്വാളിറ്റി നമുക്കറിയാലോ. പിന്നെ ഞാൻ ഫ്രണ്ട്സിനൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കും. ഒരുപാട് സന്തോഷമായി. ഞാൻ ഇതിൽ എപ്പോഴും ഓട്ടോ ഓടിച്ച് പോകുമ്പോ നോക്കും. അപ്പൊ സാറിന് ഇന്നാണ് ഒന്ന് കാണാൻ പറ്റിയത്. ശരി ശരി ശരി, ആയിക്കോട്ടെ. ഞാനങ്ങനെ വായിക്കണ ആളല്ലായിരുന്നു. സാറിന്റെ ചെറിയ കുറിപ്പുകൾ ഇങ്ങനെ വായിച്ചു 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 ഇപ്പൊ എനിക്ക് വായിക്കാൻ വെറുപ്പില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇട്ടില്ല ഒരു സ്ത്രീ സമത്വത്തിനെ കുറിച്ച്, അത് എന്തോരം കമന്റ് ഉണ്ട് അതില് സാറിന്. ഷെയർ പോയി, ഇപ്പൊ ഒരാൾ വിളിച്ചേ, ഞാനത് ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തത്. പെട്ടെന്ന് കണ്ടപ്പോ ഭയങ്കര സന്തോഷം. ഇങ്ങനെ എന്താ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി ശരി. ഒരു സഹായം ചെയ്യോ സാറേ? എന്താ? അത് ഈ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തേ കുറെ പാടമുണ്ട്, കുറച്ചൊക്കെ കൃഷിയുണ്ട്. ഇപ്പൊ ഈ മുടക്ക് ദിവസങ്ങളിൽ ഈ കോറി വേസ്റ്റ് കൊണ്ടുവന്നിട്ട് അത് നികത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്തോ ഷോപ്പിംഗ് മാൾ എന്തോ ഒക്കെ പണിയാനുള്ള ഒരു പരിപാടിയാണ്. ഞങ്ങള് കുറെ പേർക്ക് പരാതി കൊടുത്ത്, പക്ഷെ ഒന്നും ആരും ശ്രദ്ധിക്കണില്ല. അപ്പൊ സാറിന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടാല് അത് അധികാരികൾ ശ്രദ്ധിക്കുകയും ചെയ്യും, ചർച്ചയാകുകയും ചെയ്യും. സാറിനെ പോലത്തെ ഉള്ളവർ അതിൽ ഇടപെട്ടെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഈ സാധാരണ പാവപ്പെട്ടവർ ഒരു 5 സെന്റ് വീട് വെക്കാൻ നികത്താൻ ചെന്നാൽ തന്നെ സാറിന് അറിയാലോ. സാർ ആ വിഷയമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ പ്രകൃതി സംരക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ. അപ്പൊ ഞാനൊരു ഫോട്ടോ തരാം, സാർ ഒന്ന് അതിലിട്ടിട്ട് ഒരു കുറിപ്പ് എഴുതും. അല്ല സാറേ, ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ കോറിയുടെ വേസ്റ്റ് കൊണ്ടെന്ന് അടിച്ചതേ, ഞാൻ ആ ഫോട്ടോ സാറിന് ഒന്ന് അപ്പൊ സാറിന്റെ നമ്പർ ഒന്ന്. നമ്പർ 9495. ഞാനിത് സേവ് ചെയ്തിട്ട് സാറിന്റെ കയ്യിലോട്ട് ഇടാം. എന്നെ അന്വേഷിച്ചാൽ മതി. പാരിയാതന മറ്റേ അമ്പലമുക്കിലെ പ്രസിഡന്റ് ആണ്. അപ്പൊ ഒരുപാട് സന്തോഷം സാർ. സാർ സാർ ഒരു ഒരു സെൽഫി. ഒരു സെക്കൻഡ്. അങ്ങോട്ട് അല്ലെ, ഇങ്ങനെ വേണ്ടടാ, ഇങ്ങനെ വേണ്ട. അങ്ങനെ അതന്നെ. ശരി സാർ. ഓക്കെ, ഭയങ്കര ശരിടാ. ഓക്കെ, പോവാ. അയ്യോ, ഗേറ്റ് അടച്ചിട്ടേക്കാം. ഇത്രയും നല്ലൊരു മനുഷ്യനൊക്കെ. അയ്യോ, മന്മേട്ടാ, അതെ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയറിനെ കുറിച്ച് എന്താണ് മന്മേട്ടന്റെ അഭിപ്രായം? എന്തോന്ന്? എക്സ്ട്രാ മാരിറ്റൽ അഫയർ ഇല്ലേ, ഈ മനുഷ്യന് മനസ്സിലാവുന്ന രീതി പറഞ്ഞു. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ സ്നേഹിച്ചൊക്കെ പുറകെ നടക്കൂല, അതിനെ കുറിച്ചൊരു അഭിപ്രായം എന്താണ്? നല്ല തല്ല് കിട്ടാത്തതിന്റെ കുറവാണ്. അതിന് തല്ലേം കൊല്ലേം ചെയ്യരുത്, പിന്നെ അതൊന്നും വലിയ കുറ്റമല്ല. പിന്നെ പ്രോത്സാഹിപ്പിക്കണോ? എന്റെ മന്മേട്ട, അത് മനുഷ്യന്റെ ബേസിക് നീഡിൽ നിന്ന് എമർജ് ചെയ്യണ ഒരു നാച്ചുറൽ പ്രോസസ്. നീ ഞാൻ ഈ പള്ളിക്കൂടത്തിൽ പഠിച്ചപ്പോൾ ഇംഗ്ലീഷ് ഉള്ളതുകൊണ്ടാണ് പഠിത്തം നിർത്തിയത്. നീ അതിന്റെ മലയാളത്തിൽ കാര്യം പറ. ഇതധികം പഠിക്കണ്ടെന്ന്, അതിനെക്കുറിച്ച് വിവരമുള്ളവരൊക്കെ ഇത് ഫേസ്ബുക്കിൽ എഴുതണുണ്ട്, അത് വായിക്കുകയും യൂട്യൂബിൽ കേൾക്കൊക്കെ ചെയ്ത് നമുക്ക് അതിന്റെ വിവരം. എന്താ നീ ഇപ്പൊ പറഞ്ഞെന്ത് സംഭവം? അതെ, സ്വതസിദ്ധമായി നമ്മുടെ മനുഷ്യന് ഉണ്ടാകണ ഒരു അവസ്ഥയാണത്, അല്ലാതെ അത് കുറ്റവും കുഴപ്പമില്ല. നമ്മളതിനെ എതിർക്കേണ്ട കാര്യമില്ല. ആവശ്യമുള്ളവർക്ക് ആവാം, അല്ലാത്തവരടങ്ങിയിരിക്കാം. നീ പറഞ്ഞു പറഞ്ഞത് കണ്ടവന്റെ ഭാര്യയെ കൈയും കണ്ണും ഒക്കെ കാണിച്ച് വളച്ചെടുക്കണത് അത് ഒരു അവസ്ഥയാണെന്നല്ലേ? നമ്മളൊരു ഇത്തിരി കൂടി സോഷ്യലായിട്ട് ചിന്തിക്കണം, അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ആയിക്കോളൂ എന്ന് പറഞ്ഞതിനാ. അതെ, നാളെ മുതൽ നീ എന്റെ ഭാര്യയുടെ ഓട്ടമാണല്ലോ ഓടണം, അത് എടുക്കാൻ നീ വീട്ടിൽ വരണ്ട. ഞാൻ വണ്ടി ഇവിടെ സ്റ്റാൻഡിൽ എത്തിച്ചു തരാം. എന്താ നീയൊക്കെ ഇങ്ങനെ കണ്ണവൻ പറയണ അതും കേട്ട് അങ്ങനെ പോണ ആൾക്കാരുടെ തന്നെ ഞാൻ എന്താ പറയണം? എന്റെ പൊന്നി അങ്ങായിമാരെ, ഇവന്റെ പ്രഭാഷണം കേട്ടിട്ട് നിങ്ങൾ അതുപോലെയൊന്നും പ്രവർത്തിക്കില്ല, തല്ലുകൊണ്ട് ചാവും. അവനിപ്പോ ഒന്നും നോക്കാനില്ലല്ലോ. മന്മേട്ടാ, അത് നോക്കിയേ. എന്ത് കണ്ടാ? അതെന്താണെന്നറിയോ, നാളെ എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു, അപ്പൊ എനിക്ക് പോകേണ്ടി വരും. സത്യം പറഞ്ഞ ഇപ്പോഴത്തെ പിള്ളേരാണ് കറക്റ്റ്. അവർക്ക് ഇഷ്ടമുള്ള ആളെ കണ്ടെത്തി അവര് പരസ്പരം സന്തോഷമായിട്ട് അങ്ങോട്ട് ജീവിക്കുകയാണ്. എല്ലാ ദിവസവും ആ പയ്യനാണ് ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞ ആ കൊച്ചിനാ. ശരി, ഓക്കെ.
ഏതാ ചെറുക്കൻ? ആ പയ്യനറിയൂലേ? നല്ല പയ്യനാണ്. നമ്മുടെ വക്കീല് സത്യശീലനില്ലേ, ഫേസ്ബുക്കിൽ കുറിപ്പൊക്കെ എഴുതണ പുള്ളിയുടെ മോനാണ്. നല്ല പയ്യനാണ്. ഞാനിപ്പോ വരാൻ പേര്. എവിടെ പോണു? ഒരു ഓട്ടോ ഉണ്ട്. ഏ ഒരു ഓട്ടോ ഉണ്ട്. അല്ല വന്മായിട്ട് ഒന്നും പറഞ്ഞില്ല. കാരണന്മാര് പറയണത് വളരെ ശരിയാ. ഇങ്ങനെയുള്ള മക്കളെ വളർത്തണേ നല്ലത്, വാഴ വെക്കണേ നല്ലത്. ഓ, ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ബൈക്കിൽ കയറി പോണ് കാണുമ്പോ ചെന്നിട്ടുണ്ട് പിടിച്ചിറക്കി 2 എണ്ണം കൊടുത്തിട്ട് കൊണ്ടുവരേണ്ട അളിയാ. എന്റെ അളിയാ ജംഗ്ഷനിൽ വെച്ചിട്ട് ഞാൻ ആ പെണ്ണിനെ തല്ലിയാലേ നാട്ടുകാർ മുഴുവനും അറിയും. പിന്നെ അത് മതി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ. അപ്പൊ പ്യാരി പറഞ്ഞപ്പോഴല്ലേ ഞാൻ അറിയണത്. ഇതിപ്പോ ഇന്നും ഇന്നലെ തുടങ്ങിയല്ലെന്ന്. ഒരുത്തൻ കേട്ടോളൂ, ഇങ്ങോട്ട് വരട്ടോള്. ആ അണ്ണാ വരണ്ട് ആടിപ്പാടിയിട്ട്. അളിയാ ഇപ്പൊ എന്തൊക്കെയുണ്ട്? എന്താ അളിയാ ഞാൻ ഇവിടെ ചെയ്യണ്ട്? നമ്മളിങ്ങോട്ട് കരട്ടി വന്നിട്ട് മതി. മൊത്തം ഒച്ചെടുക്കില്ലേ? നീ എന്താ എത്ര വൈകിയത്? നീ എവിടെ പോയതാ? ഞാൻ ഇവിടെ ഫാൻസി സ്റ്റോറിൽ ആരുടെ കൂടെ? ഫ്രണ്ടിന്റെ കൂടെ. ഏത് ഫ്രണ്ടടി? സത്യമായിട്ട് ഞാൻ ഫ്രണ്ടിന്റെ കൂടെ പോയ. ഏത് ഫ്രണ്ട്? ഫ്രണ്ട് ആണാണോ പെണ്ണാണോ? പെണ്ണ്. താടി വെച്ച് ഏതാട്ടി നിന്റെ പെണ്ണ് ഫ്രണ്ട്? അവനായിട്ട് ഓട്ടോ സ്റ്റാൻഡിന്റെ അവിടെ നീ പോയി ഇറങ്ങിയില്ലേ? മൈക്കിലൊന്നും ആരാടി? ഞാൻ ആരുടെയും കൂടെ പോയില്ല. ആരും വിവരമില്ലാത്ത കണ്ടവന്റെ ഒക്കെ കൂടെ നടക്കാനാടി ചുറ്റാനാടി അന്ന് ഞാൻ സ്കൂളിലേക്ക് വിടുന്നത്. ആരാടി അവൻ? ആരാടി അവൻ? അത് സുധിച്ചേട്ടനാ. അത് ശുചിച്ചേട്ടനാ? ഏതവൻ? ഏത് ശുചിച്ചേട്ടൻ? ഏതാടി അവൻ? കണ്ട പേര് ഒരു അറിയാത്തവന്റെ കൂടെ ഒക്കെ ചുറ്റി കറങ്ങാനാടി നിന്നെ ഞാൻ പഠിക്കാൻ പറഞ്ഞത്. അതാടി കഴുത. എന്റെ കൊച്ചെ, ഒരു കാര്യം മനസ്സിലാക്കി. ഇപ്പോഴത്തെ ചെറുക്കന്മാരെ അറിഞ്ഞിടാത്തനാണ് ഇങ്ങനെ കൊണ്ട് ചുറ്റും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആയി കഴിയുമ്പോ നിന്നൊക്കെ കളഞ്ഞിട്ട് പോകും. പിന്നെ ബാധിക്കാൻ കേസായ പോലും ബാധിക്കാൻ തന്തയുണ്ടല്ലോ വക്കീല്. വക്കീല? ആ, ഒരു വക്കീലിന്റെ മോനാ. എടി നമുക്ക് പറ്റിയതിന് കൊത്തിയാ പോരെ. ഈ വലിയ വലിയ വീട്ടിലൊക്കെ ചെക്കന്മാരുടെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ മാനം കളയാൻ വേണ്ടിട്ട്. എന്താ സൂതേട്ടത്? എന്ത് വേളത്? ഒന്നും പറയണ്ട എന്റെ കോയ, എന്റെ കുടുംബത്തിന്റെ മാനം പോയി. ഒരു കുറവും വരാതെ വളർത്തിയതിന്റെ കുഴപ്പമാണ്. നമ്മുടെ കുടുംബത്തിൽ പെണ്ണിനെ എടുക്കാൻ പറ്റിയ ഒരു സാധാരണക്കാരായ കുഴപ്പമില്ല. ഇത് നമ്മൾ സ്വപ്നം കാണാൻ പറ്റാത്തൊരു വക്കീലിന്റെ മകനായിട്ടാണ് ഇവിടെ പ്രേമിച്ചെടുക്കുന്നത്. എന്റെ വക്കീലിന്റെ പണി എന്താ അത്ര മോശം പണിയോ? അതെ, തന്തയുടെ കൂടെ അല്ല, മോന്റെ കൂടെ അവള് കഴിയാം. തന്തയ്ക്ക് വക്കീൽ പണി ഉണ്ടെന്ന് എന്താ അങ്ങനെ പറഞ്ഞേ? ഒരു സുഹൃത്തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധം എടുക്കുമ്പോ ഇങ്ങടെ മഹിമ എന്താന്നാണ് ആൾക്കാർ അന്വേഷിക്കുക. അതിനെന്താ തെറ്റ്? പാചക്കന്റെ അച്ഛൻ വക്കീലാണെങ്കിൽ അത് അത്ര നന്നായില്ലേ? ഇത് ഏത് വക്കീലത്? ഏതോ ഒരു സത്യശീലൻ എന്നാ പേര്. സത്യശീലൻ വക്കീലോ? ഓ, സത്യശീലൻ വക്കീൽ സത്യശീലൻ. എന്ത് നിങ്ങൾക്ക് ആളറിയില്ലേ? സത്യശീലൻ വക്കീൽ നിങ്ങൾക്ക് അറിയില്ലേ? എന്തേ എന്തെങ്കിലും പറഞ്ഞാൽ ഫേമസ് മനുഷ്യനാണത്. കണ്ടോ, ഇത്രയും ഫേമസ് ആയ ഒരാളുടെ മകനെ കൊണ്ട് എന്റെ മകളെ കെട്ടിക്കോ? നിങ്ങൾ ഒന്നാമത്തെ ഈ എഴുതാപ്പുറം വായിക്കണേ. ഇനിയിപ്പോ ഈ വക്കീല് അയാളുടെ ഈ മകൻ ചെയ്ത് തോന്നിയാസിന് കൂട്ടുക്കും തോന്നുന്നുണ്ടോ? നിങ്ങൾ വെറുതെ ഈ വല്ല ആൾക്കാരെ കുറിച്ച് പറഞ്ഞ മാതിരി ലോക പ്രശസ്തനാണ് അയാള്. അയാളിനെ അറിയാത്ത മലയാളികളില്ല, മനുഷ്യരില്ല, അങ്ങനെ വേണം പറയാൻ. അങ്ങനത്തെ ഒരാളാണ് അയാള്. അയാൾ നിങ്ങളൊന്നും ഉദ്ദേശിക്കണ മാതിരി ഇതിപ്പോ ഈ പറഞ്ഞ തമ്മാടിത്തരം അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യം ഒന്നും ഉദ്ദേശിക്കുന്ന ആളല്ല അയാള്. അപ്പൊ അയാളുടെ മകന് അങ്ങനെ ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്താന്ന് അന്വേഷിച്ചിട്ട് അത് ഉചിതമായതാണ് വെച്ചെങ്കിൽ ഉചിതമായ തീരുമാനം പറയുന്ന ആളാ അയാള്. അതെന്തറിയോ കോയ, അവൾക്കിപ്പോ 10-20 വയസ്സായി. അവനിപ്പോ പ്രായമുള്ള ഒരാളാണെങ്കിൽ ഇപ്പൊ അവരിഷ്ടപ്പെട്ടെങ്കിൽ കെട്ടിക്കൊടുക്കണോണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ ഈ വക്കീല് സമ്മതിക്കണം. ഈ പ്രേമിച്ചവരുടെ വീട്ടുകാർ തമ്മിൽ സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, പ്രായപൂർത്തിയായ 2 ആൾക്കാര് അവർക്കൊരു ആഗ്രഹം ഉണ്ട്, അവരത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ നിങ്ങൾ എതിർത്തിട്ടും കാര്യമൊന്നുമില്ല. നിയമം ഇവിടെ അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട, അത് നമുക്ക് ഉചിതപ്പെട്ട കാര്യമാണോ എന്ന് നോക്കാം. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് ചേർത്ത് അത് സൗകര്യം അതിന് വേണ്ട എല്ലാ ഇതും ചെയ്തു കൊടുക്കാൻ വേണ്ടേ. അല്ലാണ്ട് വെറുതെ നിങ്ങളൊരു വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കയറി കടന്നിട്ട് വെറുതെ വേളം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവര് പറഞ്ഞു വെച്ചിട്ട് അയാൾ സമ്മതിക്കൊന്നല്ല. ഈ സത്യശീലനെ പോലുള്ള ഒരാളുടെ ബന്ധം നമ്മുടെ കുടുംബത്തിക്ക് കിട്ടിയ അത് അന്തസ്സാണ്. എന്റെ അഭിപ്രായത്തിൽ ഒന്ന് പോയി നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കും.
അങ്ങനെയാണെങ്കിൽ പോയൊന്ന് എന്റെ കൂടെ വാ, നമുക്ക് ഈ കല്യാണക്കാര്യം ഒന്ന് ആലോചിക്കാം. ഇവിടെ നല്ല അടുപ്പുള്ള ആളല്ലേ? എനിക്ക് അങ്ങനെ അടുപ്പല്ല. ഞാൻ അയാൾ എഴുതുന്നതൊക്കെ കണ്ട് വായിക്കും പഠിക്കും. എന്റെ ജീവിതത്തിൽ മാറ്റം വന്ന അയാൾ കാരനാണ്. നമുക്ക് കോയനെ കൂട്ടിയിട്ടൊന്ന് പോയിട്ട് ഈ കാര്യം ഒന്ന് ആലോചിച്ചാലോ? ഞാൻ വരാട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല പിന്നെ നിങ്ങളും കൂടെ വരും. പിന്നെന്താ, അവർക്ക് അതാണ് യോഗമെങ്കിൽ എനിക്ക് അതിന് എതിരുണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ മോളുടെ ഭാവി ആലോചിച്ചിട്ട് പെട്ടെന്ന് അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എപ്പോഴാ പോണെന്നുള്ള കാര്യം എന്നൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, ഞാൻ വീഡിയോയിലുണ്ടാവും. ഓ എന്നാ പിന്നെ അളിയാ നമുക്ക് നാളെ തന്നെ ആക്കാം. എന്റെ ഓട്ടോയിൽ പോവാ, വണ്ടിയിൽ പോവാ. അപ്പൊ നാളെ റെഡി ആയി. ചാന്തു കുട്ടിക്ക് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും കൊടു. അവള് ക്ഷീണിച്ച് വന്നല്ലേ. ഓളെ പേടിക്കൊന്നും വേണ്ടാ, അല്ലത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ടാട്ടോ. സംഗതി ഒക്കെ ഉസാറായിക്കോളൂ, ഒരു പേടി പേടിച്ചയക്കണ്ട. എന്നാ ശരി നടി. അതെ സുഖേട്ടാ, നിങ്ങളിപ്പോ ഒരു കാര്യം മനസ്സിലാക്കിയോ? എന്തേ? നല്ല ഒന്നാന്തരം തല്ലും വഴക്കും നടക്കേണ്ട സ്ഥലം അത് കൊല്ലും കൊല്ലം വരെ നടന്നിരുന്നു ഇവിടെ. അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് കല്യാണാലോചനയാണ് ഇപ്പോൾ വന്ന് അവസാനിച്ചത്. അതാണ് പുരോഗമനം. മനസ്സിലാക്കിയത്? അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടോ, ഇയാൾ ഇതുവരെ എഴുതി വെച്ച കാര്യങ്ങൾ, സത്യശീലൻ എന്ന് പറഞ്ഞ ആൾ എഴുതി വെച്ച കാര്യങ്ങൾ വായിച്ചു പഠിച്ചു മനസ്സിലാക്കിയ ഒരാളാണ് ഞാന്. അതാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തത്. സംഗതി ക്ലീൻ ആയി ഇല്ലേ? അതാണ് അറിവ്. നിങ്ങളും കൂടി പഠിച്ചു മനസ്സിലാക്കേണ്ട ആളാണ് അയാള് കേട്ടോ. അപ്പൊ നാളെ കാണാം. ശരി നാളെ. പിന്നെ ഒരു ബന്ധം ശരിയാവുകയാണെന്ന് വെച്ചാൽ അയാൾ എപ്പോഴെങ്കിലും ഇവിടെ വരും, ഒരു 10 മിനിറ്റ് സംസാരിക്കുന്ന അവസരം തന്നെ കേട്ടോ. ശരി നാളെ.